കേരളത്തിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഇത്തവണ ഞാൻ 14 മണിക്കൂറാണ് യാത്ര ചെയ്തത്. സത്യത്തിൽ ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് എത്താൻ പറ്റുന്നത് ഞാനും പ്രതീക്ഷയല്ലാട്ടാ. അങ്ങനെ കേരളത്തിൽ നിന്ന് 46 കിലോന്റെ സാധനങ്ങളും കെട്ടിപ്പൊതിഞ്ഞ് 2 ഫ്ലൈറ്റും കയറി ഞാൻ എങ്ങനെ ജർമ്മനിയിലെത്തിയെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഒരുപക്ഷെ യൂറോപ്പിലേക്ക് വരാൻ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എങ്ങനെയാ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? ഹലോ, എന്തൊരു പരിപാടി? അപ്പൊ നമ്മളിന്ന് പോവാണ് കേട്ടാ. പെട്ടിയൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചത്, പെട്ടിയൊക്കെ റാപ്പ് ചെയ്ത് കംപ്ലീറ്റ് പേരൊക്കെ എഴുതി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നല്ല ശരിക്കും പോണത്, നാളെ പുലർച്ചെയാണ് പോണത്. ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾക്ക് നമ്മൾ 3 മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ പോകണമെന്നാണ് നിയമം. അപ്പോൾ ഇതൊക്കെ അവിടെ കൊണ്ട് കൊടുത്ത് ഇതിന്റെ സംഭവങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വേണം നമുക്ക് ഫ്ലൈറ്റ് കയറാനായിട്ട്. ഞങ്ങൾ എന്തായാലും ഒരു 9 മണി 9:30 കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങും. എൻ്റെ വീട്ടുകാർ മൊത്തത്തിൽ എന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് പോരും. അതാണ് നടക്കാൻ പോണത്. വീട്ടിൽ നിന്ന് പോകാൻ നേരം ചെറിയ വിഷമമാണ്. കാരണം ഇത്ര ദിവസം നമ്മൾ വീട്ടിൽ അടിച്ചു പൊളിച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ ചെറിയ വിഷമമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമ്മുടെ സെന്ന് കാറ് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് കാർ എടുക്കാൻ പറ്റില്ല. വേറെ വണ്ടി ചേട്ടൻ സെറ്റാക്കി തന്നിട്ടുണ്ട്, അതിൽ പോവും. ഇനി പെട്ടി കയറ്റി വയ്ക്കുക, എടുക്കുക, പോവുക. എയർപോർട്ടിൽ എന്നിട്ട് പെട്ടി അവർക്ക് കൊടുക്കുക, അത് ഫ്ലൈറ്റിൽ കയറ്റിയിടുക, കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ നേരെ പോവുക. അത്രയുള്ള പരിപാടി. നാളെ വൈകുന്നേരം ഇതേ സമയം ഞാൻ ജർമ്മനിയിലായിരിക്കും. ഇനി ഫുഡ് അടിച്ച് നമ്മുടെ ബാക്കി വിശേഷങ്ങൾ അങ്ങ് എയർപോർട്ടിൽ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് എൻ്റെ പെട്ടികളൊക്കെ എടുത്ത് ഞാൻ പതുക്കെ കാറിൽ കയറ്റി വെച്ചു. അങ്ങനെ ഇറങ്ങാൻ നേരം ഇപ്പോൾ എന്നെ കാണാനായിട്ട് എൻ്റെ ബന്ധുക്കളൊക്കെ വന്നുട്ടാ. എല്ലാവരും ഒരാഴ്ച മുന്നേ ഞാൻ വീട്ടിൽ പോയി കണ്ടതായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്ഥിരം ബാഗ് ഇട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി യാത്ര ചെയ്യും. ഇപ്പൊ ഞാനും അമ്മയും ചേട്ടനും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇത്തവണ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും പരസ്പരം ഓവറായിട്ടുള്ള വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എയർപോർട്ടിന്റെ ഉള്ളിലേക്കുള്ള ആദ്യത്തെ സെക്യൂരിറ്റിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ കയറിയിട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് കോമഡിയാണ് കേട്ടോ. അവർ വന്നു, എന്നെ ആക്കിയവർ പോയി. ഞാൻ കുറച്ച് നേരത്തെ കയറി. ഓക്കെ, പ്രശ്നമൊന്നും വരണ്ടെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ കയറി. അത് വല്ലാതെ നേരത്തെ പോയി. ഒരു പണിയില്ല, വെറുതെ നോക്കിയിരിക്കുക. കണ്ടോ, ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ മൊത്തം ഓരോ ഫ്ലൈറ്റിൻ്റെ പെർസെപ്ഷനാണ്. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. അത് മൊത്തം കുഴപ്പമില്ല. ഇനി എന്തായാലും ഒരു 12 മണി വരെ നോക്കിയിരിക്കേണ്ടി വരും. അപ്പോഴേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇത് അവിടെയാണ് നമ്മുടെ ചെക്കിൻ. ഇതാ കാണാണ് നമ്മുടെ ചെക്കിൻ. അങ്ങനെ നമ്മുടെ ചെക്കിൻ പരിപാടികൾ കഴിഞ്ഞ് ഫുള്ള് കിട്ടി. ബോർഡിംഗ് പാസ്. നല്ല എയർ ഹോസ്റ്റസ് ആയിരുന്നു കേട്ടോ. കുവൈത്ത് എയർവേസിന് ഒരു പ്രത്യേക നന്ദി. നല്ല എയർ ഹോസ്റ്റസ് ആയിരുന്നു. ഫുള്ള് കാര്യങ്ങൾ എൻ്റെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞു. എനിക്ക് കറക്റ്റായിട്ട് ബോർഡിംഗ് പാസ് ഒന്നും എൻ്റെ ഇഷ്ടത്തിന്, അതായത് എൻ്റെ കംഫർട്ടിന് എനിക്ക് വിൻഡോ സീറ്റ് വരെ സെറ്റ് ചെയ്ത് തന്നു. ഈ കാണുന്നതാണ് ഇനി ഫ്ലൈറ്റിൽ കയറാൻ മുന്നുള്ള സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഏരിയ. അങ്ങനെ നമ്മുടെ തുണി വരെ ഉരിച്ചിട്ടുള്ള നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഇതേ കംപ്ലീറ്റ്ലി സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. എല്ലാം സെറ്റായിട്ട് കിട്ടി. ഇതൊരു വല്ലാത്ത ചടങ്ങാണ് കേട്ടോ സെക്യൂരിറ്റി ചെക്കിങ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സെറ്റായി. ഇനി നമുക്ക് വെറുതെ പോയിരിക്കാം. ഇതാണ് കംപ്ലീറ്റ് സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഏരിയ. കംപ്ലീറ്റ് സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഏരിയ. ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ വണ്ടടിപ്പിക്കുന്ന കാര്യം ഞാൻ എങ്ങനെയാണ് ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ആദ്യം വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്ക് വലിയ ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ചെയ്ത ധൈര്യം വന്നു. എവിടുന്ന് എനിക്ക് തന്നെ അറിയില്ല, വന്നു. അത്രയുള്ള സംഭവം. ഇവിടെയാണ് നമ്മുടെ ഗേറ്റുകൾ വരുന്നത്. എൻ്റെ ഗേറ്റ് 4 4ലേക്കാണ് നമുക്ക് പോകേണ്ടത്. അധികാരം ഇല്ല കേട്ടോ. കുവൈറ്റിലേക്ക് ആൾക്കാരില്ലാത്ത പോലെ തോന്നി. എൻ്റെ ചെക്കിങ്ങിൽ പോലും അധികം ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെച്ചാൽ എന്ത് ആൾക്കാരില്ലാത്ത. ഫ്ലൈറ്റിൽ കുറേ സീറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് എടുത്തു. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ എയർ ഹോസ്റ്റസ്, അതായത് സീറ്റ് എടുത്തെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടമുള്ള സീറ്റ് എടുത്തു. അത് കുറേ സീറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞ ആള്. അപ്പോൾ ഏതെങ്കിലും സീറ്റ് വേണമെന്ന് ചോദിച്ചു. ഓക്കെ, നല്ല സീറ്റ് കിട്ടി, നന്നായിന്ന് ഞാനും പറഞ്ഞു. ആളിങ്കി എടുത്തു തന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഗേറ്റൊക്കെ കണ്ടുപിടിച്ചതേ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗേറ്റ് നമ്പർ 3. ഇവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് അല്ല ഇപ്പോൾ ഏതോ സിംഗപ്പൂർ ഫ്ലൈറ്റാണ്. അത് പോയിട്ട് അടുത്തായിരിക്കും. അതുവരെ ഇനി ഒരു പണിയില്ല, കിടന്നുറങ്ങാൻ പോവുക. ബേസിക്കണോ വീട്ടിലായിരുന്നെങ്കിൽ ഈ സമയത്ത് ഞാനിപ്പോൾ ഫ്രൂട്ട്സ് തിന്നേണ്ട സമയമാണ്. ലേറ്റായിട്ട് എല്ലാ ദിവസവും ലേറ്റായിട്ട് കിടക്കുക. ഈ സമയത്ത് എന്തെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പോയി എടുത്ത് തിന്നണ സമയം. നൈറ്റ് ക്രേവിങ്സ് അങ്ങനെ സംഭവം എനിക്കുണ്ട്. അതിൻ്റെ ഇടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒരു മെമ്പർ ഞാൻ അവിടെ വെച്ച് കണ്ടുവിട്ടാ. അങ്ങനെ കാത്തിരുന്ന് നമുക്ക് ഫ്ലൈറ്റ് കയറാൻ സമയം. ബാ ഫ്ലൈറ്റ് കയറാം. സത്യത്തിൽ കൊച്ചിയിൽ നിന്നുള്ള ചെക്കിൻ നല്ല ലേറ്റ് ആയിട്ടായിരുന്നു. കുറെ നേരം ഞങ്ങൾ അവിടെ എടുത്ത് വെറുപ്പിച്ചിട്ടാണ് അവസാനം കുവൈറ്റിലേക്കുള്ള ഫ്ലൈറ്റ് ഞങ്ങൾ എല്ലാവരും കയറ്റിയത്. അതിനുള്ള ക്ഷമയും അവസാനം അവർ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഫ്ലൈറ്റിലിരിക്കുന്ന സമയം ഫെബ്രുവരി 11 പുലർച്ചെ ഏകദേശം 3 മണിക്കാണ്. ഇനി 15 മിനിറ്റിനുള്ളിൽ ഈ ഫ്ലൈറ്റ് ഇവിടുന്ന് പറന്നു പോകും. ഇത്തവണ ജർമ്മനിക്കുള്ള എന്റെ യാത്രയ്ക്ക് ഞാൻ സെലക്ട് ചെയ്ത ഫ്ലൈറ്റ് കുവൈറ്റ് എയർവേസ് ആയിരുന്നു. അത് സെലക്ട് ചെയ്യാൻ ഒരേ ഒരു കാരണം ഉണ്ടായിരുന്നുള്ളൂ. ഫെബ്രുവരി 11 ഏറ്റവും കുറഞ്ഞ ഫ്ലൈറ്റ് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് കുവൈറ്റ് എയർവേസ് ആയിരുന്നു. ഫ്ലൈറ്റ് എടുക്കുന്നേക്കാളും മുന്നുള്ള അനൗൺസ്മെന്റുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റിന് ഏകദേശം 31,500 രൂപയാണ് ഞാൻ കൊടുത്തത്. ആ ടിക്കറ്റിൽ എനിക്ക് 46 കിലോയുള്ള സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റുമായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ചെലവാകാനുണ്ടെങ്കിൽ നിങ്ങളെ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിൽ അത്യാവശ്യം സൗകര്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ സമയത്ത് ഞാൻ ഏറ്റവും ചീപ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. അതുകൂടി കണക്കൂട്ടിയിട്ടാണ് ഞാൻ ഇത്തവണ കുവൈറ്റ് എയർവേസ് ബുക്ക് ചെയ്തത്. അങ്ങനെ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കാനുള്ള സമയമായി. അങ്ങനെ ഫ്ലൈറ്റ് പറന്നു പോങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് എത്തി. സൂര്യൻ ഉദിച്ചു വരാത്തതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകൾ അത്ര വ്യക്തമായിരുന്നില്ല. വിശപ്പുണ്ടായിരുന്നുകൊണ്ടാണെന്ന് അറിയില്ല, കിട്ടിയ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. പിന്നെ ഫ്ലൈറ്റ് യാത്രയിൽ എനിക്ക് പൊതുവെ ഉറങ്ങാൻ പറ്റാറില്ല. അങ്ങനെ ഏകദേശം 5.5 മണിക്കൂർ ഫ്ലൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുവൈറ്റിലെത്തി. കുവൈറ്റിലെത്തിയത് രാവിലെ ഏകദേശം 6:10. ഫ്ലൈറ്റുകൾ പൊതുവെ റൺവേയിൽ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് ബസ്സുകൾ വരും. ആ ബസ്സിലേക്കാണ് ഈ ഫ്ലൈറ്റിലുള്ള എല്ലാവരും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
ആ ബസ്സിലിരുന്ന് റൺവേയുടെ ഉള്ളിൽ കൂടെയുള്ള യാത്ര ഭയങ്കര രസമാണ്. കാരണം ചുറ്റും വലിയ വലിയ എയറോപ്ലെയിനുകൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അങ്ങനെ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ടുപോയി എയർപോർട്ടിൽ എത്തിക്കും. ഇപ്പം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുവൈറ്റ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അങ്ങനെ നമ്മൾ കുവൈത്ത് എയർപോർട്ടിൽ എത്തിയിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഉറക്കം കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയിരിക്കും വെച്ചിട്ട് അങ്ങനെ ഫുള്ള് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഗേറ്റ് കണ്ടുപിടിച്ചെത്തിപ്പോൾ ഇനി ഫ്ലൈറ്റ് വരണമെങ്കിൽ ഇപ്പോൾ സമയം ഇവിടുത്തെ 6:30 ആകുന്നുണ്ടു. ഇവിടുത്തെ 6:30 7 മണി സംതിങ് ആയിട്ടുള്ളൂ. ഇവിടുത്തെ സമയം 6:45 ആയിട്ടുള്ളൂ. നമ്മുടെ ഫ്ലൈറ്റ് വരണമെങ്കിൽ 9:45 10:45 എന്താവണം. അതുവരെ ഇനി ഇവിടെ പോസ്റ്റ്, അവിടെയും പോസ്റ്റ് ആയിരുന്നു. കൊച്ചിയിലും പോസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുന്നവർക്ക് ഈ ട്രാൻസിറ്റും എയർപോർട്ടിൽ പോയി പോസ്റ്റ് അടിച്ചിരിക്കലൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. എയർപോർട്ടിൽ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോൾ എന്റെ പണി ആദ്യം കൂടെ പോണ പൈലറ്റിനെ എയർ ഹോസ്റ്റേഴ്സൊക്കെ നോക്കിയിരിക്കലാണ് കേട്ടോ. ഇവർ പോകുമ്പോൾ വലിയൊരു ട്രോളിൽ എന്തെങ്കിലും വലിച്ചുകൊണ്ടുണ്ടാവും. എൻ്റെ ദൈവമേ ഉറക്കം ശരിയാവാത്ത എൻ്റെ ശരിക്കുള്ള ക്ഷീണമുണ്ട്. എൻ്റെ കണ്ണ് നോക്കി അറിയാമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞാൻ ഏതോ ലോകത്ത് നിന്നിട്ട് വീഡിയോ എടുക്കുന്നു. അങ്ങനെ കാത്തിരുന്ന് അവസാനം ഞങ്ങളുടെ ഫ്ലൈറ്റിൽ കയറാനുള്ള സമയമായി. സത്യത്തിൽ ഈ ഫ്ലൈറ്റിൽ എൻ്റെ കൂടെ കുറേ മലയാളികൾ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരൊക്കെ ഞാൻ പരിചയപ്പെട്ടു, അവരോടൊക്കെ സംസാരിച്ചു. ഞങ്ങൾ ആദ്യം വന്ന ഫ്ലൈറ്റിനേക്കാളും അടിപൊളി ഫ്ലൈറ്റ് സത്യത്തിൽ ഇതായിരുന്നു. ഫ്ലൈറ്റിന്റെ ഉൾഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ബാഗൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് സംസാരിക്കാം. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ അവസാനത്തെ ഫ്ലൈറ്റിൽ കയറി നേരെ ഫ്രാങ്ക്ഫർട്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ബാക്കി വിശേഷങ്ങൾ ഞാൻ ഫ്ലൈറ്റ് എടുത്തോളം കാണിച്ചു തരാം. സത്യത്തിൽ കുവൈറ്റ് എയർവേസിന്റെ പ്രത്യേകത നിങ്ങളോട് ഞാൻ പറയാൻ മറന്നു. കാരണം ഇത്തവണ സ്ക്രീനിൽ മലയാള സിനിമകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് സ്ക്രീനിൽ മലയാള സിനിമകൾ കാണുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഒരു ശല്യം ചെയ്യാണ്ട് സിനിമ കാണാനായിട്ട് ഒരു ഹെഡ്സെറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു ബ്ലാങ്കറ്റും ഉണ്ടാവും. ഇന്റർനാഷണൽ എയർവേസുകളെല്ലാം ഇത് വളരെ കോമൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളാണ്. എയർ അറേബ്യ പോലുള്ള ചീപ്പ് ഇന്റർനാഷണൽ എയർവേസുകൾ ഒഴിച്ച്. അങ്ങനെ നമ്മുടെ കുവൈറ്റിൽ നിന്നുള്ള ഫ്ലൈറ്റ് എടുക്കാനുള്ള സമയമായിട്ടാ. നമുക്ക് ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫ്ലൈറ്റിന്റെ താഴെയും ഫ്ലൈറ്റിന്റെ മുൻപിലും നടക്കുന്ന കാര്യങ്ങൾ ക്യാമറ വഴി കാണാൻ പറ്റും. അങ്ങനെ ഫ്ലൈറ്റ് എടുക്കുന്നതിനേക്കാൾ മുന്നുള്ള സേഫ്റ്റി അനൗൺസ്മെന്റുകളൊക്കെ കഴിഞ്ഞു. ഇനി ഇതേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന ക്ലിപ്പ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് എടുത്തു വെച്ചാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ പൈലറ്റ് ചേട്ടൻ മുന്നിലിരുന്ന് സാധനം അങ്ങോട്ട് പറത്തി പൊന്തിച്ചു. അങ്ങനെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് വന്നു. ഇത്തവണ കൊണ്ടുവന്ന ഫുഡ് പക്ക യൂറോപ്യൻ സ്റ്റൈലായിരുന്നു. അതുകൊണ്ട് എന്താണ് എങ്ങനെയാണെന്ന് നോക്കില്ല, കിട്ടിയത് അങ്ങോട്ട് നല്ല തട്ട് തട്ടി. അതിലേ ജ്യൂസ് ഇല്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇപ്പൊ എടുക്കണേ വീഡിയോ എടുത്തു വയ്ക്കാൻ ഒരു കാരണമുണ്ട്. എന്റെ ഈ സൈഡിലിരിക്കുന്ന മനുഷ്യനില്ലേ, കാണുമ്പോൾ ആൾ കുറച്ച് കലിപ്പിനാന്ന് തോന്നും, പക്ഷെ വളരെ നല്ല മനുഷ്യനായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, എനിക്ക് കുറെ സഹായങ്ങൾ ആൾ ചെയ്തു. ഇനി നമ്മളിത് ഫ്രാങ്ക്ഫർട്ടിൽ എത്താൻ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂട്ടാ. സത്യം പറഞ്ഞാലേ ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ കാര്യങ്ങൾ അറിയാൻ പറ്റും. പകൽ സമയത്ത് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്ത് ഇതായിരിക്കും കാഴ്ച. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോഴൊക്കെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെയാട്ടാ, ഇത് കണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ഫർട്ടിലെത്തി. താഴെ കാണുന്ന കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്ങുകളൊക്കെ ഫ്രാങ്ക്ഫർട്ടാണ്. ഇനി നമ്മുടെ ഫ്ലൈറ്റ് പതുക്കെ ലാൻഡ് ചെയ്യാൻ പോകട്ടാ. ഇത്രേ ഉള്ളൂ പരിപാടി. അങ്ങനെ നമ്മൾ പൈലറ്റ് ചേട്ടൻ നല്ല സൂപ്പർ ആയിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇനി നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടാം. എപ്പോഴും നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഡോറിന്റെ അവിടെ എയർ ഹോസ്റ്റേഴ്സ് നമ്മളോട് ബായ് പറയാൻ നിൽക്കുന്നുണ്ടാവും. അവരോട് ഒരു ബായും പറഞ്ഞ് നമുക്ക് നേരെ എയർപോർട്ടിൽ പോവാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ വന്ന് ഇറങ്ങിയിട്ടുള്ളത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലാണ് കേട്ടോ. അങ്ങനെ ജർമ്മനി എത്തി. ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ പെട്ടെടുത്ത് വീട്ടിൽ പോലെ എല്ലാ പരിപാടി. നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ചടങ്ങുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ഇമിഗ്രേഷൻ. അതായത് നമ്മളൊരു പുതിയ രാജ്യത്ത് വന്ന് ഇറങ്ങിയാൽ ആദ്യം പോയി ഇമിഗ്രേഷൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലെ ഇമിഗ്രേഷൻ പോയിന്റിലേക്കാണ്. ആദ്യമായിട്ടാണ് ഈ എയർപോർട്ടിൽ വന്നുകൊണ്ട് എനിക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്റെ കൂടെ മലയാളീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവരുടെ കൂടെ ഞാനും അങ്ങോട്ട് കയറി നിന്നു. ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് നമ്മുടെ ഡോക്യുമെന്റ് നോക്കി കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വിടുള്ളൂ. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരുടെ ഫോട്ടോയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ജർമ്മൻ അറിയാത്തതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഇത് വായിക്കാൻ നിന്നില്ല. അങ്ങനെ എന്റെ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെടുക്കാൻ വന്നിരിക്കുകയാണ്. എയർപോർട്ടിൽ വന്ന് വൈഫൈ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അമ്മേനെ വിളിക്കലായിരുന്നു. ഫ്രാങ്ക്ഫർട്ടിൽ ഇല്ല, വീട്ടിലെത്തിയില്ല. ഇനി പോയിട്ട് ഇനി പെട്ടി കളക്ട് ചെയ്തിരണം. പെട്ടി വന്നിട്ടില്ല. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കുറച്ച് പേരും ഫ്ലൈറ്റിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടാ. അതിൽ 2 പേരാണ് ഇവന്മാര്. ഇവർ 2 പേരാണ്. നിങ്ങൾ 2 പേരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. നീ കണ്ടിട്ടുണ്ട്. നീ അങ്ങനെ പറഞ്ഞിട്ട് വന്നാൽ നീയോ അതിന് പറഞ്ഞാൽ വന്നത്. ശരിയാ, 2 പേരും വീഡിയോ കാണുന്നു പറഞ്ഞിട്ട് വന്നാൽ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പെട്ടി കളക്ട് ചെയ്ത് നേരെ ബസ് പിടിക്കാൻ പോവായി. അങ്ങനെ നമ്മുടെ 2 പെട്ടിയും കിട്ടി. നമ്മുടെ ബാഗ് അവിടെ ഉണ്ട്. എല്ലാവരും എനിക്ക് ഇവിടെ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അവന്മാരെ കൂടെ ഞാൻ അങ്ങോട്ട് വിട്ടു. ഇവർ 2 പേരും ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അവന്മാർക്ക് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് അത്യാവശ്യം ഐഡിയ ഉണ്ട്. ഇവിടെ നല്ല മഴക്കാരുണ്ടോ? മഴക്കാരല്ല, നല്ല മഴയാണ്. മഴ പെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ട് നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ്, ഭീകരമായ തണുപ്പില്ല. നമ്മുടെ മൂന്നാറിൻ്റെ ഒക്കെ വൈബുള്ളൊരു തണുപ്പ്. അങ്ങനെ അവന്മാർ എന്നെ എനിക്ക് പോവാനുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. എന്നെ കൊണ്ടുപോയി എന്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ബായ് പറഞ്ഞു പിരിഞ്ഞു. അങ്ങനെ ഇനി അവിടുന്ന് ബസ്സും പിടിച്ച് നമ്മൾ നേരെ നിൽക്കാനുള്ള അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. സത്യം പറയാലോ, പോണ വഴിക്ക് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ബസ് സ്റ്റോപ്പിന്റെ അടുത്തുള്ള ഒരു ജർമ്മൻ തട്ടുകടയിൽ കയറി ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തു. ജർമ്മനിയിലെ ഇത്തരം കടകൾ കാണുമ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ തട്ടുകടകളാണ് ഓർമ്മ വരാറ്.
അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും സെറ്റാക്കി പെട്ടിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതെ ഫുഡ് വരെ വാങ്ങി ഞാൻ. എനിക്ക് വിശന്നിട്ട് പോയി, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഫുഡ് ഇത് ഇവിടുത്തെ മെയിൻ സാധനം കേട്ടോ, കബാബ്. പിള്ളേർക്കൊക്കെ അറിയുണ്ടാവും, ഇവിടെ ജർമ്മനിയിലുള്ളവർക്കും യൂറോപ്പിലുള്ളവർക്കൊക്കെ അറിയുണ്ടാവും. ഇത് പക്ഷേ ഇതാണ് കബാബ് എന്ന് പറഞ്ഞാൽ ഡോണർ ബോക്സ് എന്ന് പറയും. ഇവിടുത്തെ മെയിൻ ഐറ്റാണ്, ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നത് അതുകൊണ്ട്. അപ്പോൾ ഇത് വാങ്ങി ഇനി ഇതും കൂടി കഴിച്ചിട്ട് എന്നിട്ട് വീട്ടിൽ പോകാം. നല്ല തണുക്കുന്നുണ്ട്, നല്ല തണുപ്പില്ല, നല്ല സുഖമുള്ളൊരു തണുപ്പ്. അങ്ങനെ ഞാൻ എന്തേ അവസാനത്തെ ട്രെയിനും പിടിച്ച് അവസാനത്തെ ബസ്സിലെത്തി. അങ്ങനെ ലാസ്റ്റത്തെ ബസ് പിടിച്ചു. ലാസ്റ്റത്തെ ബസ് ഇതിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായി. ഇനി ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കണില്ല, എൻ്റെ ബാറ്ററി ചാവാറായി. ഇനി ചെന്ന് റൂമിൽ പെട്ടിക്ക് വെച്ച് സമാധാനം കണ്ടിട്ട് കിടന്നുറങ്ങാം. സമാധാനം. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീട്ടിൽ കാണിക്കണം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പം ശരി കേട്ടോ.